മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമല്ല, അൺബോക്സ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും. അതായത് ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ഫോൺ, ഇതൊരു ബേസിക് ഫോണാണ് കേട്ടോ. ടെക്നോ ക്യാമോൺ സ്കൈ 2 എന്ന ഒരു ബേസിക് ഫോണാണ്. വിലയും വളരെ കുറവാണ്. അത് മാത്രമല്ല, നമുക്കൊരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫീച്ചേഴ്സ്, നമുക്കിതുകൊണ്ടുള്ള ഗ്യാരൻറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. ഇതൊരു പുതിയൊരു ബ്രാൻഡാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ആരും ഒരുപക്ഷെ കേട്ട് കാണില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കടകളിൽ വളരെ സുലഭമായി തന്നെ വിറ്റഴിക്കുന്ന ഒരു ഫോണാണ് ടെക്നോ ക്യാമോൺ എന്ന് പറയണത്. ഒരു ബേസിക് ഫോൺ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഫോൺ മതി നമുക്ക്, അല്ലാണ്ട് അതൊരു വലിയ ഫീച്ചേഴ്സിന് ആവശ്യമില്ല. ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രാൻഡുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പുറകെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടെക്നോ ക്യാമോൺ സ്കൈ 2 എന്ന ഫോൺ ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഇഞ്ചസ്, ക്യാമറ റിവ്യൂസ്, ബോഡീസ് എല്ലാം ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ചേക്കാം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെയാണെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. ഓക്കെ, ഇതാണ് ഫോൺ. ഓക്കെ, ഫൈൻ. ദെൻ ആക്സറീസ് ആയിട്ട് കാണാൻ പറ്റുന്നതിൻ്റെ വാറണ്ടി കാർഡ്, ഇൻസ്ട്രക്ഷൻ, അതേപോലെ തന്നെ USB ചാർജിങ് കേബിള്, ദെൻ അതേപോലെ USB അഡാപ്റ്റർ. സാധാരണ മൊബൈൽ ഫോണിലുള്ള ആക്സറീസ് തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, നമുക്കിനി എന്തായാലും 1 by 1 ആയിട്ട് ഈ മൊബൈൽ ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ മൊബൈൽ ഫോൺ. പ്ലാസ്റ്റിക് ബോഡിയാണ് കണ്ടോ. പ്ലാസ്റ്റിക് കാണുന്നത് പോലും ഒരു സ്ക്രാച്ചൊന്നും നമ്മളിപ്പോൾ ഉരയ്ക്കുമ്പോൾ വലിയ സ്ക്രാച്ചൊന്നും കാണുന്നില്ല. ഡിസൈനിങ്ങിൽ തന്നെ വളരെ ഒരു വ്യത്യസ്തമൊന്നും കാണാൻ പറ്റുന്നില്ല. സാധാരണ പോലെയുള്ള ഡിസൈൻ തന്നെയാണ് കാണുന്നത്. സൈഡിൽ തന്നെ കാണാൻ പറ്റും വോളിയം റോക്കർ. അത് നമ്മളെല്ലാ മൊബൈൽ ഫോണിലും ഉണ്ട്. അതേപോലെ തന്നെ പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ. ദെൻ ബോട്ടത്തിൽ തന്നെ USB ചാർജിങ് പോർഷൻ, 3.5 mm ഓഡിയോ ജാക്ക്. ഇതിൽ ഹെഡ്ഫോൺ ഇല്ല, കാര്യം ഒരു ബഡ്ജറ്റ് ഫോണല്ല. അപ്പോൾ അതിലെന്തായാലും അതിൻ്റെ അകത്തൊരു ഹെഡ്ഫോൺ ഉണ്ടാകുന്ന കാര്യം ഉണ്ടായിരിക്കില്ല. ദെൻ ബാക്കിൽ തന്നെ നമുക്ക് സ്പീക്കറും കാണാൻ പറ്റും. ദെൻ സൈഡിലായിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. അതായത് ബഡ്ജറ്റിനനുസരിച്ചുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്, ഫേസ് അൺലോക്കിങ്ങും ഉണ്ട്. ദെൻ സൈഡിലായിട്ട് നമ്മുടെ ഡ്യുവൽ ക്യാമറ കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻ സൈസ് നോക്കാം. 5.5 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ്. അതേപോലെ തന്നെ റെസൊല്യൂഷൻ 720x1440 പിക്സലാണ് റെസൊല്യൂഷൻ. 18:9 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആയിട്ട് വരുന്നത്. നോർമലി ഒരു ബഡ്ജറ്റ് ഫോണിലുള്ള ഒരു സ്ക്രീൻ സൈസും അതേപോലെ തന്നെ പിക്സൽ സൈസൊക്കെയാണ് ഇതിൽ കാണുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ഫോണൊന്ന് ഓൺ ചെയ്തേക്കാം. മൊബൈൽ ഫോൺ ഓണായി വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മെമ്മറി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 GB 16 GB ആണ്. ഒരു പക്ഷേ നമുക്ക് 64 GB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ആൻഡ്രോയിഡിൻ്റെ ഒറിയോ ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതേപോലെ തന്നെ ക്യാമറ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ തന്നെ ക്യാമറ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ബാക്കിൽ തന്നെ ക്യാമറ കാണുകയും ചെയ്യുന്നതാണ്. 2 ക്യാമറകളാണുള്ളത്. ഒന്ന് 13 MB അതേപോലെ തന്നെ 0.3 മെഗാപിക്സലുമുള്ള ഒരു ക്യാമറകളാണ്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു ഫ്ലാഷും അവൈലബിൾ ആണ്. ദെൻ ഫ്രണ്ട് ക്യാമറയും നമുക്ക് ഒരു LED ഫ്ലാഷ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഒരു 13 MB ഒരു ക്യാമറയും അവൈലബിൾ ആണ്. ഇനി ക്യാമറ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ പോർട്രേറ്റ് മോഡുണ്ട്, HDR, അതേപോലെ തന്നെ സ്റ്റുഡിയോ ഫിൽറ്റേഴ്സും അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ മോഡിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതില്ല നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതേപോലെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ പോലും അതിൽ തന്നെ AI ക്യാം, ബ്യൂട്ടി കണ്ടോ. ബ്യൂട്ടി മോഡിലൊക്കെ ഒന്നൊരു ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടോ. ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. നോക്കിയേ, നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഫ്രണ്ട് ക്യാമറയ്ക്ക് കാണാൻ സാധിക്കും. അതും 13 മെഗാപിക്സലാണ് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത്. ഇനി നമുക്ക് ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ പനോരമിക് വ്യൂവിൽ നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ വീഡിയോയും അത്യാവശ്യം കുഴപ്പമില്ല. കാരണം ഒരു ബഡ്ജറ്റ് ഫോൺ ആകുമ്പോൾ 13 മെഗാപിക്സൽ ഫ്രണ്ടിലും 13 മെഗാപിക്സൽ ബാക്കിലും ഉള്ളത് കൊള്ളാവുന്ന തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ ക്യാമറയിൽ എടുത്താവുന്ന 2 ഫോട്ടോസ് കണ്ടേക്കാം.
ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്, അതേപോലെ തന്നെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചേഴ്സും ഈ ഒരു മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണ്. ദെൻ 3050 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ പ്രോസസ്സർ 1.5 GHz ക്വാഡ് കോർ പ്രോസസ്സറാണ്, അത് മീഡിയാടെക്കിനാണ് പ്രോസസ്സർ. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടിയെക്കുറിച്ചാണ്. 13 മാസം, അതായത് 12+1 13 മാസത്തെ ഒരു വാറണ്ടി ഉണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു 100 ദിവസത്തിനുള്ളിൽ, അതായത് 3 മാസത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഹാർഡ്വെയറിനോ അല്ലെങ്കിൽ എൻ്റെ മൈക്കോ അതിൻ്റെ ഡിസ്പ്ലേ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുതിയൊരു മൊബൈൽ ഫോൺ നമുക്ക് റീപ്ലേസ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി വേറെ ബെനിഫിറ്റ്, നമ്മൾ ഈ വാറണ്ടി പീരീഡ്, അതായത് 1 ഇയർ വാറണ്ടി പീരീഡിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു സ്ക്രീൻ താഴെ വീണ് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് 300 രൂപ സർവീസ് ചാർജ് ഈടാക്കിയുള്ളൂ, പുതിയൊരു സ്ക്രീൻ നമുക്ക് റീപ്ലേസ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഒരു ബഡ്ജറ്റ് ഫോൺ ഇത്രയും ഒരു ഫെസിലിറ്റി ഉള്ളത് വലിയൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്കൊരു സെക്കൻഡ് ഫോണായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ തന്നെയാണ്. വലിയൊരു ബ്രാൻഡൊന്നും അന്വേഷിക്കാത്ത ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ. 7500 രൂപയോളമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് വാങ്ങിക്കേണ്ട ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുകയും ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് ഫോണുകളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സെക്യൂരിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഫേസ് അൺലോക്ക്, അതേപോലെ ഫിംഗർ പ്രിൻറ്റ്, ക്യാമറ 13 MB ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഫീച്ചേഴ്സും വീഡിയോസൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നതാണ്. 3050 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. 2 GB 60 GB അതേപോലെ തന്നെ 64 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും വളരെ സന്തോഷം, ഒരു മൊബൈൽ ഫോണിലൂടെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് പരിചയപ്പെടുത്താൻ സാധിച്ചു. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.